നമ്മളെവിടെ പോവാ അറിയില്ല. അറിയില്ലാന്നോ? എന്നെ വിളിച്ച് ലീവ് എടുപ്പിച്ചിട്ട് അവൾക്ക് പറയില്ല പോലും. ഞങ്ങൾ ഇന്ന് ഗേൾസ് ഡേറ്റിങ്ങിന് പോവാണ്. ലലിയെ ആണല്ലേ, അവള് സെറ്റപ്പായി ഒരുങ്ങി നിൽക്കുകയാണേ. അപ്പം ഞങ്ങളിന്ന് പുറത്ത് പോവാ, ജസ്റ്റ് ഒരു ഔട്ടിങ്. പിന്നെ എവിടേക്കാണ് നമ്മൾ പോണേ? സിറ്റിയിൽ പോവും, താലേ പോകും, അങ്ങനെ അങ്ങനെ കുറച്ച് സ്ഥലം. അപ്പോൾ നമുക്ക് ഇന്ന് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഗേൾസ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പം സമയം എത്രയടി? 1:15 പോണു. ഞങ്ങൾ രാവിലെ തൊട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ലേറ്റായി. അപ്പോൾ അതേ അവൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ രണ്ടും കൂടിയാണ് ഇന്നത്തെ ഗേൾസ് ട്രിപ്പ്. അപ്പോൾ നമുക്കിന്ന് പോവാം. നല്ല വെയിലാണ്, പൊരിഞ്ഞ വെയിലത്താണ് ഞങ്ങൾ പുറത്ത് പോണത്. എന്താ അറിയില്ല, മന്തിൻ്റെ പകുതിയായി. പക്ഷെ കയ്യിലാണെങ്കിൽ ക്യാഷൊന്നുമില്ല. ചുമ്മാ ഈ കയ്യിൽ ക്യാഷ് ഇല്ലാതിരിക്കുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടാവില്ലേ, പുറത്ത് പോകണം, എന്തെങ്കിലുമൊക്കെ വാങ്ങണം, ആ ഒരു ഇതിലാണ് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഉള്ളത്. അപ്പോൾ ചുമ്മാ പുറത്ത് പോവുകയാണെങ്കിൽ ഒരാവശ്യമില്ലായിരുന്നു. ഉറക്കം എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇന്ന് സിറ്റി പോയാലും എനിക്കാണെങ്കിൽ വർക്കും കൂടി ഉണ്ട്. ചിലവർക്ക് ഇവിടെ വർക്കില്ല, എന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പം നമ്മളിന്ന് സിറ്റി പോവുകയാണ്. സിറ്റി പോയിട്ട് ഇനി കാണാം, നല്ല വെയിലാണ്, നല്ല കരിഞ്ഞിരിക്കുന്നു, നല്ല ചൂടും ഉണ്ട് ഇന്നത്തെ വെയിലിൽ നിന്ന്. അപ്പം നമുക്ക് ഇനി സിറ്റി പോവാം. ലുവാസ് കയറി ഇനി 40-45 മിനിറ്റ് ഇരുന്നിട്ട് സിറ്റി എത്തും. ഇനി അവിടെ പോയിട്ട് നമ്മൾ ഇന്ന് എന്തൊക്കെയാണ്, ഒരു ഐഡിയ ഇല്ല, ഒരു പ്ലാനിങ്ങും ഇല്ല, എവിടെ പോകും എന്ത് ചെയ്യും ഒരു ഐഡിയ ഇല്ല. ചുമ്മാ പോവാണ്, ഒന്ന് ഒരു റിലാക്സേഷൻ എന്തൊക്കെയോ ആണ്. മൊത്തത്തിൽ എല്ലാവരുടെയും മൈൻഡൊന്നും റെഡി ഇല്ല, അപ്പം ചുമ്മാ അങ്ങനെ പോവാണ്. ഞങ്ങൾ ലുവാസൊക്കെ ഇറങ്ങി, നല്ല വിശക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ച് വിശപ്പ് മാറ്റാതെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ, കൺഫ്യൂഷൻ ആയി പോകും. അപ്പം ആദ്യം ഞങ്ങളുടെ വിശപ്പ് അടക്കിയിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകും. അപ്പോൾ ഒരു സ്ഥലത്തേക്കാണ് പോണത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വഴി അറിയത്തില്ല. ഇവിടെ പണ്ട് പോയിട്ടുണ്ട്, ഞാൻ ഈ അടുത്ത് പോയായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വഴി അറിയത്തില്ല. അവിടെ പോയിട്ട് ഇനി കാണാം, വഴിയൊക്കെ തപ്പി കണ്ടുപിടിക്കണം. നല്ല അത്യാവശ്യം തിരക്കുണ്ട്, വീക്ക് ഡേയ്സിൽ പോലും നല്ല തിരക്കുണ്ട് ഇവിടെ. ഇപ്പം നല്ല കാറ്റൊക്കെ വന്നിട്ട് നല്ല തണുപ്പ് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെ വഴി തപ്പി കണ്ടുപിടിക്കട്ടെ. ഞാനൊന്ന് കാണിച്ചു തരാം ഇവിടുത്തെ തിരക്ക്. സമ്മർ ടൈം ആയതുകൊണ്ടാണ് ഈ വീക്ക് ഡേയ്സിൽ പോലും ആൾക്കാർ ഇത്രയും പുറത്തുള്ളത്. ഈ സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വെയിലെന്ന് പറയുന്നത് ഭയങ്കര ആഘോഷമാണ് കേട്ടോ. ഈ വിൻ്റർ ആണെങ്കിൽ ഇവിടെ ആരും ഉണ്ടാവില്ല, പക്ഷേ ഈ ടൈമിലാകുമ്പോൾ ആൾക്കാർ ഫുള്ള് പുറത്ത്. ഇത് ഉച്ചയായിട്ട് പോലും എല്ലാവരും പുറത്തുണ്ട്. ഇവിടെ നല്ല രസം ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ എല്ലാവരും ഒരു ബിയറൊക്കെ പിടിച്ചടിച്ചിരിക്കുന്നത് കാണാൻ. കിട്ടിയില്ല അങ്ങോട്ട് നീന്തല്ലേ കേട്ടോ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡബ്ലിനിലെ സിറ്റി സെൻറ്ററിലാണ്, അതായത് സെൻറ്റർ പോർഷനിൽ കൂടെയാണ് നമ്മൾ പോണേ. ഇതിനെ ഒക്കോണൽ സ്ട്രീറ്റ് എന്നാട്ടോ പറയുന്നത്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്പയറാണ്. ആ നല്ല ഹൈറ്റുള്ളൊരു സാധനം കാണുന്നുണ്ടോ, അതിനെയാണ് നമ്മളിവിടെ സ്പയർ എന്ന് പറയുന്നത്. ഇത് ഏകദേശം 120 അടി നീളമുണ്ട് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. പ്രകാശത്തിൻ്റെ സ്മാരകം എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. അതായത് ഡബ്ലിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനെ കൂടി ഒരു പ്രതിനിധിയായിട്ട് കാണിക്കുന്ന ഒരു സാധനം കൂടിയാണ് കേട്ടോ ഇത്. നൈറ്റായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. അടിപൊളി വ്യൂവും കൂടിയാണ് കേട്ടോ ഇത് കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകുമ്പോഴാണ് നിറച്ച് തിരക്കാണ്, എവിടെ നോക്കിയാലും തിരക്കാണ്, പക്ഷെ നല്ല അടിപൊളിയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, സ്പയർ 2003 ആക്ച്വലി അതിൻ്റെ പണി കഴിഞ്ഞത്. പിന്നെ നടന്നു പോകുമ്പോൾ നമുക്കൊരു മാർക്കറ്റ് കാണാൻ പറ്റും. ഇത് സിറ്റി സെൻറ്ററിലെ ഒരു മാർക്കറ്റാണ് കേട്ടോ. അതായത് റോഡ് സൈഡിൽ കൂടെ നിറച്ച് ഒരു വയസ്സായ ആൾക്കാരാണ് കൂടുതലും ഈ വന്ന് വിൽക്കുന്നത്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെ തന്നെ മണ്ടയിലാണെങ്കിൽ നമുക്കിവിടെ ഫ്ലവേഴ്സും കൂടെ കാണാൻ പറ്റും കേട്ടോ. ഇത് കുറച്ച് റേറ്റ് കുറവില്ല, അതായത് ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കുറവ് റേറ്റിലായിരിക്കും ഇവർ വിൽക്കുന്നത്. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഇവർ കൊടുക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു മുന്തിരി 2-2.5 യൂറോയ്ക്ക് വാങ്ങുകയാണെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് 1.5 യൂറോയ്ക്ക് കിട്ടും. അതാണ്. പിന്നെ ഈ ഒരു ഏരിയ രാത്രിയാകുമ്പോൾ അത്ര നല്ല സേഫ് ആയിട്ടുള്ള ഏരിയ അല്ലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് അറിയത്തില്ല. അങ്ങനെ അവസാനം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി ഫുഡ് കഴിക്കുക എന്നുള്ളത്. സിറ്റിയിൽ പോയാൽ നമുക്ക് ഫുഡ് നിർബന്ധമാണ്. ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു പഴയ ബഫറ്റാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ്. നല്ല തിരക്കാണ് ഈ കടയിൽ, കാണുന്നില്ല ബാക്കിൽ നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം.
അങ്ങനെ ഫുഡും ഡെസേർട്ടും ഒക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഫുഡ്? കുഴപ്പമില്ല, അടിച്ച് 3-4 പ്ലേറ്റാണ് നമ്മൾ തീർത്ത് തന്നിട്ട് കുഴപ്പമില്ല പോലും. അതാണ് പ്രശ്നം. നമ്മൾ ഈ തടിച്ചിരിക്കുന്നവരാണെങ്കിൽ കുറച്ച് നമുക്ക് പോളിംഗ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ മെലിഞ്ഞിരിക്കുന്നവർ എത്ര കഴിച്ചാലും അവരുടെ ഹോമത്തിൽ തട്ടത്തില്ല. നല്ല ഫുഡായിരുന്നേ, അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. വെള്ളം കുടിച്ച് വെള്ളം വെച്ച. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അത് കഴിഞ്ഞ് നമ്മൾ പോയത് നേരെ ഡീൽസിലേക്കാണ്. അവിടെ അടുത്ത് തന്നെയാണ്. ഡീൽസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, അവിടെ എല്ലാത്തിനും റേറ്റ് കുറവായിരിക്കും. എല്ലാ സാധനവും നമുക്ക് അവിടെ കിട്ടും. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു ഷോപ്പ് അറിയപ്പെട്ടത് തന്നെ എന്തെടുത്താലും €1 നമ്മളുടെ പ്രൊഡക്റ്റിനൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ട്. നമ്മൾ വേറെ എവിടെന്നെങ്കിലുമൊക്കെ വാങ്ങുകയാണെങ്കിൽ ഭയങ്കര റേറ്റാണ്. ഇവിടെയൊക്കെ 2-3 യൂറോയ്ക്കൊക്കെ നമുക്ക് സാധനങ്ങൾ കിട്ടും. ഇവിടെ കിട്ടാത്തതായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല കേട്ടോ. സ്കിന്നിൻ്റെ, ഹെയറിൻ്റെ, പിന്നെ നമുക്ക് ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ളത്, കിച്ചണിലേക്ക് വേണ്ടത്, ഫുഡ് ഐറ്റംസ്, ഡ്രിങ്ക്സ്, പിന്നെ നമുക്ക് പെറ്റ്സ് ഉണ്ടെങ്കിൽ പെറ്റ്സിന് വേണ്ടത്, സ്കൂളിൽ പോകാനുണ്ടെങ്കിൽ അതിനുള്ളത്, ബുക്സ്, അങ്ങനെ എല്ലാം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഷോപ്പും കൂടെയാണ് കേട്ടോ നമ്മുടെ ഇവിടെ. ഞാൻ മുന്നത്തെ ഒരു റീലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അതായത് പാൻറ്റി ലൈനറിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് പാൻറ്റി ലൈനേഴ്സ് അവൈലബിൾ ആണ്. അതിൻ്റെ റേറ്റ് 1.50 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഓൾവേസിൻ്റെ ബ്രാൻഡ് കുറച്ചും കൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കുഞ്ഞ് പാൻറ്റി ലൈനറായിരുന്നു ഞാൻ അന്ന് കാണിച്ചത്, പക്ഷേ അതിനേക്കാളും വലിയ പാൻറ്റി ലൈനേഴ്സും അവൈലബിൾ ആട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ അത് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പോയത് TK Maxxിലേക്കാണ്. ഇവിടെ കയറി കഴിഞ്ഞാൽ പൈസ എങ്ങനെയാണ് പോട്ടണേന്ന് ഒരു കണക്കില്ല. കാരണം അത്യാവശ്യം നല്ല സാധനങ്ങൾ റേറ്റ് കുറവിൽ, നല്ല സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡഡ് ഐറ്റംസ് ആണ് നമുക്കിവിടെ റേറ്റ് കുറവിൽ കിട്ടുന്നത്. ഒരുപാട് ഐറ്റംസ് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവർ വെച്ചേക്കണ ഐറ്റംസ് കണ്ടില്ലേ. ഇവിടെ സ്കിന്നിൻ്റെ, ഹെയറിൻ്റെ, എല്ലാത്തിൻ്റെയും ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാ പ്രൊഡക്റ്റും വരുന്നത് UK, USA, ന്യൂസിലൻഡ്, ജർമ്മനി, അങ്ങനെ എല്ലാ രാജ്യത്തു നിന്നും എല്ലാ ബ്രാൻഡ്സിൻ്റെയും, നമുക്ക് അറിയാത്ത ബ്രാൻഡ്സിൻ്റെ പോലും സാധനങ്ങളുണ്ട് ഇവിടെ. അതായത് നെയിൽ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നെയിൽസ് വെക്കാൻ വേണ്ടിയിട്ടുള്ളത്, അങ്ങനത്തെ സാധനങ്ങൾ കിട്ടും. പിന്നെ സ്പ്രേ, പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് മാത്രം ആലോചിച്ചാൽ മതി, അതെല്ലാ സാധനങ്ങളും അവിടെ കിട്ടും കേട്ടോ. ഞാനും ലിയയും കൂടെ ഓടി നടന്നായിരുന്നു എന്താ എടുക്കുക, നമുക്ക് എന്തൊക്കെ എടുക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേ CID മ്യൂസിയയിലെ മറ്റേ ഡയലോഗാണ് അവിടുത്തെ, ഞാൻ എന്തൊക്കെ എടുക്കും, ഇപ്പോൾ ഏതൊക്കെ എടുക്കണം എന്നുള്ള അവസ്ഥയിലായിരുന്നു. പിന്നെ ഒരുപാട് ലിപ്സ്റ്റിക്കുകൾ, അതിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലതൊക്കെ ഓൾറെഡി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, ചിലതൊക്കെ നല്ല സാധനങ്ങളുണ്ട് കേട്ടോ. ലിപ്സ്റ്റിക്ക് മാത്രമല്ല, ഐലൈനർ, ഐ ഷാഡോ, അങ്ങനെ ഒരുപാട്. പിന്നെ നമ്മുടെ മേക്കപ്സൊക്കെ ഇടാൻ പറ്റിയ ബാഗുകളുടെ കളക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സൈഡിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ അന്നേരം എനിക്ക് ഒരു ലിപ്സ്റ്റിക്കിൻ്റെ സാധനം കൊണ്ട് തന്നെയായിരുന്നു. ഞാൻ അന്നേരം പറഞ്ഞു അവൾ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യലില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു വേണോ, അപ്പം ഞാൻ പറഞ്ഞു നോക്കിയിട്ട് എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല, അപ്പം പിന്നെ അത് ഞാൻ എടുത്തില്ല. പിന്നെ നമ്മൾ അവിടെ ചുറ്റി നടന്ന് കാണുമായിരുന്നു കേട്ടോ. കാണാൻ തന്നെ ഉണ്ട്. ഇപ്പോൾ സാധനം എടുത്തില്ലെങ്കിൽ കൂടി കാണാൻ തന്നെ ഒരുപാട് കാഴ്ചകൾ അവിടെ ഉണ്ട്. ഇപ്പം നമുക്ക് ഡ്രസ്സിൻ്റെ ഐറ്റംസ് പറയുകയാണെങ്കിൽ, ഞാൻ ഇതുവരെ അവിടെ നിന്ന് ഡ്രസ്സ് എടുത്തിട്ടില്ല, പക്ഷേ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് ബ്രാൻഡഡും ഉണ്ടാകും, പക്ഷേ ചിലത് ബ്രാൻഡഡ് ആയിരിക്കില്ല, TK Maxxിൻ്റെ പ്രൊഡക്റ്റ് തന്നെയായിരിക്കും. അത് ഏതോ ലേബിൾ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ എല്ലാത്തിനും ലേബിൾ കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ ലേബിൾ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പ്രൈസ് എത്രയാണെന്ന്. ഇവിടെ നമുക്ക് അങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ വലിയ ആൾക്കാർ ആരും തന്നെ ഇല്ല, നമ്മൾ തന്നെയാണ് നമ്മൾ അസിസ്റ്റ് ചെയ്ത് കൊണ്ട് നടക്കുന്നത്. അത് കഴിഞ്ഞ് ചുറ്റി നടന്ന് 2 ഫ്ലോറാണ്. ഞങ്ങളങ്ങനെ ഒരു ഷോപ്പിംഗ് മാള്, ജവേഴ്സ് ഷോപ്പിംഗ് മാള് പറയും, അതിൻ്റെ ഉള്ളിൽ കയറി ഒന്നും വാങ്ങിച്ചില്ല. വീണ്ടും തിരിച്ച് ഞങ്ങൾ നടക്കുന്നു. ഇനി ഞങ്ങൾ ഒരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്താണെന്ന് വിചാരിക്കുന്നു, അറിയത്തില്ല. ഗൂഗിൾ മാപ്പ് ഇട്ട് ചോദിച്ച് പോവാം. സിറ്റിയിൽ തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഹിന്ദി അറിയോ എന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ഹിന്ദി അറിയോ ചേട്ടാന്ന്. അപ്പോൾ ചേട്ടൻ ചോദിച്ചു ഇംഗ്ലീഷ് അറിയുമെന്ന്. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ജീസസിനെ കുറിച്ചുള്ള ഒരു സംഭവമാണ്, ഈ മിഷണറി പ്രവർത്തനമായിട്ടൊക്കെ നടക്കുന്നില്ലേ, അങ്ങനെയുള്ള ആൾക്കാരാണ് കേട്ടോ. അതിൻ്റെ ഒരു കൂപ്പൺ തന്നു. പിന്നെ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എല്ലാ ഷോപ്പിലും കയറാനുള്ള ഒരു ആക്രാന്തമായിരിക്കും. പിന്നെ ഈ ഒരു സമയത്ത് സമ്മർ ടൈമിൽ നമുക്ക് ഇവിടെയുള്ള ആൾക്കാരെ കാണാൻ ഭയങ്കര രസമായിരിക്കും. ഇവിടെ പ്രത്യേകിച്ച് ഗേൾസിന് നല്ല ഭംഗിയായിരിക്കും, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ കാണാൻ നല്ല രസമായിരിക്കും.
പിന്നെ ഇത് ഡിസ്കൗണ്ട് കെമിസ്റ്റ് എന്ന് ആരോ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഡിസ്കൗണ്ട് കെമിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നല്ല റേറ്റ് കുറവിൽ കിട്ടും, ബൂട്ട്സിനേക്കാളും റേറ്റ് കുറവാണ് എന്നൊക്കെ. പക്ഷേ ശരിയാ, ഡിസ്കൗണ്ട് കെമിസ്റ്റ് എന്ന് അവർ എഴുതിയിട്ടുണ്ട്. €1 €2 ഡിസ്കൗണ്ട് ഉണ്ടാവും. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് വലിയ ഡിസ്കൗണ്ട് ആയിട്ടൊന്നും തോന്നിയില്ല. ഞാൻ വലിയ പ്രതീക്ഷകളോടെയായിരുന്നു അവിടെ കയറിയത്. പക്ഷേ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞു. പിന്നെ നമുക്ക് വേണ്ട ഒരുപാട് സപ്ലിമെൻറ്റ്സ് അവിടെ ഇരിക്കുന്നുണ്ട്, അത് സത്യമാണ്. പിന്നെ ഒരുപാട് നമുക്ക് വേണ്ട ബോഡി സ്കിൻ കെയർ ഐറ്റംസ്, ഹെയർ കെയർ ഐറ്റംസ് ഒക്കെയാണ്. 65% ഓഫ് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രാഗ്രൻസ് എന്ന് നമ്മൾ നോക്കിയില്ല. പിന്നെ നമ്മൾ നേരെ ഇറങ്ങി അങ്ങനെ താലയിലേക്ക് വന്നു. എന്തിനാന്ന് ചോദിച്ചാൽ അറിയത്തില്ല, ഡേറ്റിംഗ് ആണല്ലോ, അപ്പം എന്തും ചെയ്യാമല്ലോ. ഞങ്ങൾ എന്തിനാന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. ചുമ്മാ സിറ്റിയിലിരുന്ന് കഴിഞ്ഞപ്പോൾ എന്തായാലും താലെ പോവാം, ഓക്കെ പോവാം. അപ്പം 8 മണി വരെ എന്തായാലും ഇവിടെ ലൈറ്റ് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ താലയിലെത്തി. താലയിൽ പൊടി താലയിൽ നിന്ന് ഇനി ഞങ്ങൾ എങ്ങോട്ടേലും ഒക്കെ പോയിട്ട് തിരിച്ചു വീട്ടിൽ പോവും. അപ്പോൾ വെറുതെ ഇരിക്കണ ഒരു ദിവസം ഇങ്ങനെയാണ്, നമുക്ക് കാണാം ഭംഗി. സമ്മറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ഭംഗിയുള്ളത് ഇവിടുത്തെ പൂക്കൾ കാണാനാണ്. ഞങ്ങളങ്ങനെ ഒരുപാട് ഫോട്ടോസും അവിടെ നിന്ന് എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ലക്ഷ്യം നമ്മുടെ സ്ക്വയറിലേക്ക്, ഇപ്പോൾ എല്ലാവർക്കും സ്ക്വയറൊക്കെ അറിയാമല്ലോ അല്ലേ, നേരെ ലക്ഷ്യം വെച്ചത് സ്ക്വയറിൽ പോകാമെന്നാണ്. അപ്പോൾ അങ്ങനെ പോണ വഴിക്ക് ഒരു സംഭവം ഉണ്ടായി, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. അത് വേറെ ഒന്നുമല്ല, ഒരു അപ്പൂപ്പൻ വന്നിട്ട് ഞാനങ്ങനെ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ പറഞ്ഞു, യു ആർ ലുക്കിംഗ് സോ ഗുഡ് എന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്താണേലും താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ H&M കയറി ഒന്നും എടുത്തില്ല. പിന്നെ നമ്മൾ ഇതാണ് നമ്മുടെ ബൂട്ട്സ് എന്ന് പറയുന്നത്. ഇവിടെയാണ് മെയിനായിട്ട് നമ്മുടെ എല്ലാ ബ്രാൻഡ്സും വരുന്നത്. സ്കിൻ കെയറിൻ്റെയും ഹെയർ കെയറിൻ്റെയും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഫാർമസി സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഫാർമസി കൂടുതൽ ആൾക്കാരും ഇവിടെ വന്നിട്ട് മെഡിസിൻസ് എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച ഒരു ലിപ്സ്റ്റിക് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി €3-4 എന്തോ ആയിരുന്നു. ഞാൻ കുറേ ആയി ഇവിടുന്ന് വാങ്ങിച്ചിട്ട്. ആ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കാർഡ് യൂസ് ചെയ്തിട്ടാണ് കൂടുതലും പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് കിട്ടും. പിന്നെ ഇവിടെ തപ്പി നടന്നു കഴിഞ്ഞാൽ ഒക്കെ കിട്ടും, വില ഡിസ്കൗണ്ടിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് സാധനത്തിനൊക്കെ പ്രൈസ് ഉണ്ട്. പിന്നെ സെറാവേൻ്റെ എല്ലാ പ്രൊഡക്റ്റും അത്യാവശ്യം നല്ലതാണ്. അവളും തപ്പി നടക്കുകയാണ്. നമ്മളിവിടെ വന്നിട്ട് സൺസ്ക്രീനാണ് മെയിനായിട്ട് തപ്പുന്നത്. കിട്ടുന്നില്ല, സത്യം പറയാലോ, സൺസ്ക്രീൻ ഒന്നും കിട്ടുന്നില്ല. നമ്മളെല്ലാം യൂസ് ചെയ്തു, ഇവിടെയുള്ള എല്ലാം തന്നെ യൂസ് ചെയ്തു. പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് തോന്നിയില്ല നാട്ടിനെ വെച്ച് നോക്കുമ്പോൾ. ഞങ്ങൾ ബൂട്ട്സിൽ കയറിയിട്ടതേ 2 മാസ്ക്, കൊളാജൻ മാസ്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതിന് യൂസ് ചെയ്തിട്ടറിയാം. ഞങ്ങൾ ഇതുവരെ കൊളാജൻ്റെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ ഇന്നെന്തായാലും ഫ്രീ ആണല്ലോ, അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവളവിടെ കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോറി, കണ്ടിന്യൂ. അപ്പോൾ നമുക്കിതിന് ബില്ല് ചെയ്യാം. അപ്പം നമുക്കിവിടെ ആക്ച്വലി ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ ആപ്പിൽ കോയിൻസ് കയറിക്കൊണ്ടിരിക്കാം. നമ്മൾ ഇവിടുന്ന് സാധനം വാങ്ങുമ്പോൾ നമുക്കിനി ബില്ല് ചെയ്യാം. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഇത് മിങ്കിൾസിൻ്റെ ഒരു ഐസ്ക്രീം കാണുന്നത്. ഇത് അത്യാവശ്യം നല്ലതാണ്, ഒരുപാട് പേര് വാങ്ങണ കണ്ടിട്ടുണ്ട്. ഞാനിതുവരെ വാങ്ങിയിട്ടില്ല. അങ്ങനെ വാങ്ങി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ചീറ്റ് ഡേ ആണ് അപ്പം ഇന്ന് ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ലേക്ക് കഴിക്കാൻ പറ്റില്ല, അവർക്ക് നോമ്പാ പാവം. അപ്പം ഞാനിത് ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വരും. ടെസ്കോയിൽ എന്തിനാ പോണേ? ചാർജ് ചെയ്യും. ടെസ്കോ എവിടെയാ? അവിടെ. ടെസ്കോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെയാണ് കേട്ടോ. അതുപോലെ ഇവളുടെ മൊബൈൽ റീചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആപ്പ് വെച്ചിട്ട്, എന്തോ ഒരു ഇഷ്യൂ. ടെസ്കോൻ്റെ സിമ്മും ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ടൊന്ന് റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് നേരെ ഡെൻസിൽ കയറിയിട്ട് ഞങ്ങൾ ഇത് ഇവിടുത്തെ ഫ്രഷ് ജ്യൂസാണ് കേട്ടോ. ഇവളും ഇതിന് മുന്നേ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളി സെറ്റപ്പാന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ, ഇത് ഫ്രഷ് ആയിട്ട് നമ്മൾ അവിടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ തന്നെ ബോട്ടിലുണ്ട്. ഓരോ ബോട്ടിലിനാണ് പ്രൈസ് വരുന്നത്. സൂപ്പറാന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചതാണ് ഞാൻ. ഓക്കെ, സൂപ്പർ ആയതുകൊണ്ട് ഞാനും ട്രൈ ചെയ്യാമെന്ന് വെച്ചു. പക്ഷെ നല്ല പുളിയായിരുന്നു, സത്യം പറയാലോ. ഈ നമ്മുടെ കയ്പുനീരൊക്കെ കുടിക്കുന്ന അവസ്ഥയായിരുന്നു കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. പക്ഷെ അവൾക്കത് ഇഷ്ടമായിന്ന് തോന്നണു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രഹസനങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐസ്ക്രീം ഇതുവരെ തീർന്നിട്ടില്ല, നല്ല സ്വീറ്റാണ്, കഴിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പോണ വഴിക്ക് കുറച്ച് ഷോപ്പ് ചെയ്യാണ്ടായിരുന്നു.
വീട്ടിലെ കുറേ പച്ചക്കറി പലചരക്ക് സാധനങ്ങൾ തീർന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആഴ്ചത്തേക്കുള്ള സാധനങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ലിഡിലിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. കൂടുതലും ഞങ്ങൾ ലിഡിലിൽ നിന്നാണ് വാങ്ങുന്നത്, വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ലിഡിലിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ്. ലിയ ഇവിടെ ചിന്തിച്ചോണ്ടിരിക്കുകയാണ്, ഇത് എടുക്കണോ വേണ്ടയോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. എടുക്കാ, ഏതെടുക്ക? അങ്ങനെ അവസാനം വത്തക്ക എടുത്തിട്ട് ഞങ്ങൾ പോവാണ്. ഫ്ലോപ്പ് ആവുമെന്നൊന്നും അറിയത്തില്ല. അതിന് ശേഷം ബില്ലടിക്കാൻ വേണ്ടി പോകും. ഇവിടെ ഇപ്പോൾ 2 ഓപ്ഷൻസാണ് നമുക്കുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ബില്ല് ചെയ്യാം, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിൻ്റെ കൈ കൊടുത്തിട്ട് നമുക്ക് ബില്ല് ചെയ്യും. അത് കുറച്ച് ക്യൂ നിന്നിട്ട് വേണേൽ ചെയ്യാം. ഇതാകുമ്പോൾ പെട്ടെന്ന് ഓരോരുത്തർ ചെയ്തങ്ങ് പോകും. അപ്പോൾ കൂടുതലും നമ്മളായിട്ട് സ്കാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും എത്ര രൂപയായി, ടോട്ടൽ ഇപ്പോൾ എത്രയായി, പിന്നെ കാർഡാണോ ക്യാഷ് പേയ്മെൻ്റ് ആണോ, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിളും സ്നാക്സും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് കൊടുക്കുന്നത്. കാരണം നമുക്ക് അതിൻ്റെ സ്കാനർ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു റെസിപ്റ്റ് അങ്ങ് വരും. അപ്പോഴാണ് നമ്മുടെ കണ്ണ് തള്ളി പോകുന്നത്. ഡേറ്റിങ്ങിന് പോയ ഞങ്ങളുടെ കയ്യിലിപ്പോൾ ലിഡിലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരാവശ്യമില്ലായിരുന്നേ. ഒരു സാധനം കാണിച്ചു തരാം. വത്തക്ക ഒരു കവർ നിറച്ച സാധനങ്ങളായിട്ടാണ് ഇനി തിരിച്ചു പോണത്. ഞങ്ങൾ ലുവാസ് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞാൻ വത്തക്ക എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. തണ്ണിമത്തനാണ്. നിങ്ങളുടെ നാട്ടിൽ അതിനെന്താ പറയുക കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിൽ വന്നത് വത്തക്കയൊക്കെ കഴിച്ചിരിക്കുകയാണ്. നല്ല കാലുവേദനയുണ്ട്. ഒരു 6 അല്ലെങ്കിൽ 7 മണിക്കൂർ പുറത്തായിരുന്നു ഒന്ന് ഫുള്ള്. പിന്നെ സാധനമൊക്കെ വാങ്ങിച്ച് എല്ലാം കൂടി ആയപ്പോഴത്തേക്കും നല്ല ക്ഷീണിച്ചു. ഇനി പോയി കിടന്നൊന്ന് ഉറങ്ങണം. ഇന്ന് ഞങ്ങൾ ബൂട്ട്സ് ഒന്നും ഒരു സാധനം വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഇനി അതൊന്ന് ഫേസിലൊന്ന് ഇട്ടിട്ട് നല്ലൊരു ഉറക്കം. അതിൻ്റെ ഇനി കുറച്ച് കുക്ക് ചെയ്യാനുണ്ട്. ലിയ മീൻകറി നല്ല അടിപൊളിയായിട്ട് വയ്ക്കും. ലിയ നല്ല അടിപൊളിയായിട്ട് മീൻകറി വയ്ക്കും. അപ്പം ലിയ മീൻകറി വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. തിരിച്ച് ഇവിടെ വരെ എത്തിയത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പം സമയം 8 മണിയായി. 1 മണിക്ക് ഇറങ്ങിയത് അവിടെ നിന്ന് 8 മണിയായി. അപ്പോൾ ശരി, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഫുൾ വീഡിയോ ആണ്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. എല്ലാവരും ഹാപ്പിയായി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.